ഹലോ ഗൈസ്, വെൽക്കം ടു ഗോക്കച്ചി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ അർമേനിയൻ ഡേയ്സിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാവർക്കും സന്തോഷമായില്ലയോ? എല്ലാവരും വിചാരിക്കുന്ന കോപ്പ് ഇത് തീർന്നില്ലേ? ഓക്കെ, എനിക്കും അങ്ങനെ തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ വീണ്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെത്തി ഒരു മൊണാസ്ട്രിയിൽ. സോ ഈ ഒരു പുരാതനമായ പള്ളിയിൽ കുറേ പ്രാവുകളുണ്ടായിരുന്നു. ഞാനതിനെ പറത്തി നടന്നു. ഞാനങ്ങനെ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ എനിക്കിങ്ങനെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് ആൾക്കാർ പറയുന്നത്. മീമിക്കാണെങ്കിൽ കഥകൾ പറഞ്ഞു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പണ്ടത്തെ കാലത്തുള്ള ശവക്കല്ലറയൊക്കെ കണ്ടു. പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമ്മുടെ വിക്കി കൗശലിൻ്റെ ചായ ഉള്ള ഒരു മുത്തശ്ശനെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. കറക്റ്റ് വിക്കി കൗശലിൻ്റെ ചായ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വേറെ ഒരു പള്ളിയിൽ പോയി. പക്ഷെ ആ പള്ളിയിൽ പഴയതല്ല, അത് ആക്ച്വലി ഒരു റിനോവേറ്റഡ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി ആയിരുന്നു. ആൻഡ് അവിടെ നമുക്കൊരു ഡൽഹി വൈബായിരുന്നു എനിക്ക് കിട്ടിയത്. നമ്മുടെ ആഗ്ര, ഞാനവിടെ പോയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതുമാതിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെയും ഞങ്ങൾ പള്ളികൾ മൊത്തം സന്ദർശിച്ചു. പിന്നെ അവിടെ ഉള്ളവരൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടിക്ക് തണുക്കുന്നില്ല, അവിടുത്തെ ആൾക്കാർ വരെ കൂട്ടിട്ടിട്ട് പുറത്തിറങ്ങണം, ഞാൻ മാത്രം ഈ ഒരുമാതിരി ചെറിയ വീടൊക്കെ ഇട്ടിട്ട്. പക്ഷേ എന്തോ കുഴപ്പമുണ്ടായില്ല, തണുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഷോളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ സോവനീസൊക്കെ മേടിച്ച് നമ്മൾ നേരെ 7th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. അത് നല്ലൊരു അടിപൊളി, എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടതിൽ എനിക്കതാണ് കുറേ ഇഷ്ടമായത്. ഏറ്റവും അത്രയും പഴമേറിയ ഒരു ഇത് കാണുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് ഞാൻ കരുതുന്നു. യുനെസ്കോ മാസ്റ്റർ പീസ് ഓഫ് അർമീനിയൻ ആർക്കിടെക്ചർ എന്നാണ് ഈ പ്ലേസിനെ പറയുന്നത്. 7th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അറബ്സ് ബിൽഡ് ചെയ്തതായത്. എന്തിനായിരുന്നു? ഓക്കെ, അപ്പോൾ ഇത് ആരുള്ള കാലത്തുള്ളതായിരിക്കും ഇപ്പോൾ ഈ ബിൽഡിംഗ്? നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബിഫോർ ക്രൈസ്റ്റില് BC 4th BC മൊനാസ്ട്രി നമ്മൾ കണ്ടത്. ഓക്കെ, വാസ് മെയ്ഡ് ഓൺ 4th BC. എന്നിട്ട് 13th BC ആയപ്പോൾ അവർ റെനോവേറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഒന്നും മാറ്റിയിട്ടില്ല. ജസ്റ്റ് നമ്മളിപ്പോൾ കണ്ട കുറെ പഴയ ബിൽഡിംഗ് അല്ലേ? നല്ല പഴക്കമുള്ള സ്ഥലങ്ങളാണ്. യെസ്. സോ പഴമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ആൾക്കാർക്കാണ് അർമേനിയ കാണാൻ ഇഷ്ടമാവുക? മീമി ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. ഓക്കെ, പിന്നെ churches, monasteries. Do you like this place? Yes, beautiful. Yes. നോക്ക് ഇവിടെ I think I too. അങ്ങനെ ഹിസ്റ്ററി ഒക്കെ പഠിച്ച് ഞങ്ങൾക്ക് വിശപ്പ് തലക്കടിച്ചു. അപ്പം നമ്മുടെ ഹോവോ ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയി. പിന്നെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ നമ്മുടെ റൂമിൽ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ റെഡിയായി. ആൻഡ് ഇന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ സിറ്റി ടൂർ നടത്താമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ നടന്ന് റിപ്പബ്ലിക് സ്ക്വയർ കണ്ടു, പിന്നെ ബ്ലൂ മോസ്ക് കണ്ടു. അങ്ങനെ നമ്മൾ തന്നെ നടന്നു പോയി. എല്ലാം നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ നല്ലൊരു ക്ലൈമറ്റും ആണല്ലോ, നല്ല തണുപ്പ് എല്ലാം. പിന്നെ അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഈവനിങ് ആയിരുന്നു ഫ്ലൈറ്റ്, അപ്പോൾ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഈ ഒരു 4 night 5 days ട്രിപ്പ് ഒരു അടിപൊളി ഗേൾസ് ട്രിപ്പായിരുന്നു. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ഗേൾസ് ട്രിപ്പ് എന്ന് പറയാം. അങ്ങനെ ഞങ്ങളൊരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കഫേ കണ്ടുപിടിച്ച് അവിടെ പോയി നല്ലൊരു ഹോട്ട് ചോക്ലേറ്റും ടിറാമിസു കേക്കും ഓർഡർ ചെയ്തു. പക്ഷേ രണ്ടും വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. അതും എന്നെ വളരെ സങ്കടപ്പെടുത്തി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഹോട്ട് ചോക്ലേറ്റാണ്. അതും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ വിഷമത്തിൽ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് റൂമിലേക്ക് നടന്നു. പിന്നെ നമ്മുടെ റൂമിലേക്ക് നമ്മുടെ ഹോവോ കാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഹോവോനെ പോലുള്ള നല്ലൊരു ടൂർ ഗൈഡിനെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ കുറേ രക്ഷപ്പെട്ടു. നമ്മൾ കുറേ സേഫായിരുന്നു, നമ്മൾ കുറേ എൻജോയ് ചെയ്തു നമ്മൾ 3 പേരും നമ്മുടെ ഗേൾസ് ട്രിപ്പ്. എന്നാലും ഇത്ര പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു, കാരണം ഗോകുവിനെ തിരിച്ചു പോയി കാണാം. അങ്ങനെയൊന്നുമല്ല, എന്നാലും അങ്ങനെ നമ്മൾ ഹോവൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ലോഞ്ച് പോയി. അവിടുന്ന് ഫുഡൊക്കെ അത്യാവശ്യത്തിന് നന്നായി തന്നെ തട്ടി, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറാനായിട്ട്. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് വേഗം സീറ്റിൽ കയറി. വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു, കാരണം ഇത് ഫുൾ നടന്നിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ കണ്ടത്.
പിന്നെ ഫ്ലൈറ്റിൽ കയറിയതേ അറിഞ്ഞുള്ളൂ. ഉറങ്ങാമെന്ന് വിചാരിച്ചു, ഉറങ്ങിയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ വേഗം എത്തി, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. എനിക്കാണെങ്കിൽ ഒന്ന് എത്തിയാൽ മതി എന്നായി. എത്തി, ഗോഗിനെ കാണാൻ, കെട്ടിപ്പിടിക്കുക, വേഗം വീട്ടിൽ പോവുക, ഇതായിരുന്നു തിരിച്ചെത്തുമ്പോൾ ഉള്ള സന്തോഷം. അങ്ങനെ എൻ്റെ അർമേനിയൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.